അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് DHA എക്സാം എപ്പോഴാണ് എഴുതേണ്ടത്. പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ DHA എക്സാം എഴുതാൻ വേണ്ടി പറ്റുമോ, അല്ല ഡാറ്റ ഫ്ലോ ആണോ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എലിജിബിലിറ്റി എടുക്കാനായിട്ട് നമ്മൾ എക്സാമിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സ്പീരിയൻസ് വേണോ നമ്മൾ എക്സാം എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് വേണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ കുറെ പേർക്ക് കുറെ ഡൗട്ടുകളാണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ DHA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ, അതായത് ദുബായിയുടെ അണ്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ, നേഴ്സസിന് വർക്ക് ചെയ്യാൻ വേണ്ട ഒരു ലൈസൻസ് ആണ് DHA എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എമിറേറ്റ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈസൻസുകളാണ് വേണ്ടത്. എല്ലായിടത്തും ഒരു ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ജോലി എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഒരു BSc നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് എമിറേറ്റ്സിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് വരേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എല്ലാ എമിറേറ്റ്സിലും വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് മോർ ചാൻസ് കൂടുതലുള്ളത് ദുബായിലാണ്. മോർ ക്ലിനിക്സും ഹോസ്പിറ്റലും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ കോഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് ദുബായിലെ ലൈസൻസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സാലറി കൂടുതൽ എക്സ്പെക്ട് ചെയ്യണം, അതായത് സാലറി കുറച്ചുകൂടി കൂടുതൽ കിട്ടണമെങ്കിൽ ഫ്രഷർ ആയിട്ട് വരുന്നവര് അല്ലെങ്കിൽ നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അബുദാബി, അതായത് DOH ഓർ ഹാദ് നോക്കുകയായിരിക്കും നല്ലത്. പിന്നെ എക്സാം ഒന്ന് കമ്പയറിംഗ് ടു അതർ എമിറേറ്റ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാം കുറച്ചും കൂടി ഒരു 10% കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് DHA ആണ്, അതായത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം ആണ് കുറച്ചും കൂടി എല്ലാവരും പെട്ടെന്ന് തന്നെ പാസ് ഔട്ട് ആയി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് പിന്നെ കുറെ പേര് ചോദിക്കുന്നതാണ്, നമ്മൾ ഇപ്പൊ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് DHA ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും പഠിച്ചു കഴിഞ്ഞ് നിങ്ങളിപ്പോ ഒരു രജിസ്ട്രേഷൻ, നിങ്ങളുടെ BSc പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു എന്തായാലും നിങ്ങൾ ട്രെയിനി ആയിട്ടാണല്ലോ എല്ലായിടത്തും എടുക്കത്തുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ ഇതാക്കില്ല, ട്രെയിനി ആയിട്ടായിരിക്കും, ചിലപ്പോൾ 1 month or 6 month ഒക്കെ ട്രെയിനി ആയിരിക്കും. അപ്പൊ ആ ട്രെയിനിങ് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ചേർന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സോ ഓൺലൈൻ കോഴ്സോ എന്ത് വേണമെങ്കിലും അപ് ടു യു നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈസൻസ് ഇതിന് വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട് ആ അറ്റ് എ ടൈം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ കുറെ പേര് എക്സാം എഴുതിയിട്ട് എത്ര നാൾ നമ്മൾ എന്ത് ചെയ്യാം, കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എലിജിബിലിറ്റി എടുത്താൽ മതി, അതൊക്കെ നിങ്ങളുടെ ഇതിലാണ്. എക്സാം കഴിഞ്ഞിട്ട് ആ എക്സാമിന് പാസ്ഡ്, ഇപ്പൊ നിങ്ങളിപ്പോ രജിസ്റ്റേർഡ് നേഴ്സ്, അതായത് നിങ്ങൾ 4th year പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എക്സ്പയറിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇല്ലല്ലോ. സെയിം അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ DHA എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് അതിനൊരു എക്സ്പയറിയോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ മാക്സിമം നിങ്ങളൊരു ഒരു 1 year or 2 yearന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മാക്സിമം ഒരു 1 yearന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എലിജിബിലിറ്റി എടുക്കുമായിരിക്കും നല്ലത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ദുബായിലെ ഓരോ മിനിറ്റിന് വെച്ചിട്ടാണ് ഓരോ സംഭവങ്ങളും ചേഞ്ച് ആവുന്നത്, ഓരോ ലോകളും കാര്യങ്ങളും എല്ലാം മാറ്റം വരുന്നത്. അപ്പൊ വൺസ് മേ ബി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗം സേഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം എലിജിബിലിറ്റി എടുത്തു വെക്കുക. പിന്നെ നമ്മൾ 1 yearന്റെ ഉള്ളിൽ എലിജിബിലിറ്റി റിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന് ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. അതും മേ ബി ഫ്യൂച്ചറിൽ മാറുമെന്നുള്ളത് യാതൊരു ഇതും ഗ്യാരണ്ടി ഇല്ല. അതെല്ലാം ഡിപ്പെൻഡ് ഓൺ ദുബായിനെ പോലെ ഇരിക്കും, ദുബായ് ഹെൽത്ത് അതോറിറ്റിനെ പോലെ ഇരിക്കും. അവര് ചിലപ്പോൾ മിനിറ്റിന് ഓരോ റൂൾസ് ഇറക്കുന്നതാകുമ്പോൾ ചേഞ്ച് ആവുമെന്ന് അറിയില്ല. എനിവേ ഇപ്പൊ നമുക്ക് എലിജിബിലിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 yearന്റെ ഉള്ളിൽ നമുക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിറങ്ങിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും സെയിം കൺട്രിയിൽ, അതിപ്പോ കേരളത്തിലാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ കേരളത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിനിങ്ങും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളൊരു GCCയിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയതിനു ശേഷം സെയിം കേരളത്തിലാണ് പഠിച്ചെങ്കിൽ അവിടെ തന്നെ, കർണാടകയിലാണ് പഠിച്ചെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. എന്താ അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിലവിൽ ഇപ്പൊ 2026 തൊട്ടിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഡാറ്റ ഫ്ലോ ആണെങ്കിലും എലിജിബിലിറ്റി എടുക്കുമ്പോഴും റിജക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിച്ചത് ഒരു സ്ഥലത്തും എക്സ്പീരിയൻസ് വേറെ സ്ഥലത്തും ആവുമ്പോൾ അവര് 2 സ്ഥലത്ത് സെയിം രജിസ്ട്രേഷൻ അവർ ചോദിക്കുന്നുണ്ട്, രണ്ടും ഒരേ രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്തവരുടെ എല്ലാം റിജക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ DHAയിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ആസ് പെർ DHA എന്നോട് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നില്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ലെറ്റർ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സെയിം എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്തെ
എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് കൗൺസിലറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന കൊടുത്തു, രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് റിജക്റ്റ് ആയി പറ്റില്ല എന്നുള്ള എന്തെങ്കിലും ഒരു പ്രൂഫോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു PDF ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് അങ്ങനെ വെച്ചിട്ട് റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും റിജക്റ്റഡ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഇനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ കർണാടക അല്ലെങ്കിൽ ഗുജറാത്ത് അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ കൗൺസിലിനെ സമീപിച്ചാൽ മതി. ഇങ്ങനെ ഞങ്ങൾക്ക് GCC പോകാനാണ്, അപ്പൊ അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സെയിം രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ ആക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേരള നഴ്സിംഗ് കൗൺസിലിൽ പോയിട്ട് നിങ്ങൾ അങ്ങനെ അപ്രോച്ച് ചെയ്താലും അങ്ങനെയും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ഇറങ്ങി പോയി ചോദിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ പോകണം, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ കുറേ പേര് ഇത് റിജക്റ്റഡ് ആയി, ഡാറ്റ ഫ്ലോ നെഗറ്റീവായി, ഇതാവുന്നില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താ റീസൺ എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്യാഷ് ചെലവാണ് അറിയാം, എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓരോ റൂൾസ് അവർ മാറ്റുന്നത് കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് എങ്ങനെയെങ്കിലും GCCയിൽ വന്നെത്തണം എന്നുള്ളതും ജോലി എടുക്കണം എന്നുള്ളതും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് മുന്നോട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കഴിഞ്ഞ് പഠിക്കുക. അപ്പൊ അതൊക്കെയാണ് റിജക്റ്റഡ് ആവാനുള്ള കാരണങ്ങൾ. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തത് സെയിം സ്ഥലത്താണെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ആ അറ്റ് എ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോലി എടുത്തുകൊണ്ടിരിക്കുക, എന്നിട്ട് എക്സാം പാസ്സാവുക. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാറ്റ ഫ്ലോക്ക് എക്സ്പീരിയൻസ് വെക്കണമെന്നുള്ളത്. ഡാറ്റ ഫ്ലോക്ക് എക്സ്പീരിയൻസ് വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല ഏജൻസികളും പറയുന്നുണ്ട് അത് വെച്ചിട്ട് പറ്റില്ല, പഠിച്ചിറങ്ങിയ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആസ് പെർ DHA അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും വെക്കാണ്ട് രജിസ്ട്രേഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോക്ക് കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡാറ്റ ഫ്ലോയും എല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വൺസ് എലിജിബിലിറ്റി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ 1 ഇയർ ഒരു 1.5 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് സെയിം പഠിച്ച സ്ഥലത്തെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അത് വെക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം രജിസ്ട്രേഷൻ രണ്ടും ഒരേപോലെ ആക്കിയിട്ട് നിങ്ങൾ വെക്കുക. ബെറ്റർ നിങ്ങൾ എന്താക്കാം, നിങ്ങൾക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെയിം വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഫ്ലോക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് അപ്രൂവ് ആയിട്ട് വരും, 100% അപ്രൂവ് ആയിട്ട് വരും. ഞാൻ DHA ചോദിച്ചതാണ്, അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇതായിരുന്നു കുറെ പേരുടെ ഡൗട്ട്. അതിനുശേഷം പിന്നെ കുറെ പേര് എലിജിബിലിറ്റി എടുക്കാനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വേണോ എന്നുള്ളത്. എലിജിബിലിറ്റി എടുക്കാൻ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ വൺസ് ഡാറ്റ ഫ്ലോയിലാണ് ഈ കാര്യങ്ങൾ. അതായത് ഡാറ്റ ഫ്ലോ നമ്മുടെ ഡാറ്റ ഫ്ലോ എന്തുവാ, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ചതെല്ലാം ജെന്യൂൻ ആണ്, അതായത് ഇല്ലീഗൽ കാര്യങ്ങളല്ല, ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതല്ല എന്നുള്ളതൊക്കെ അവരെന്ത് ചെയ്യുന്നു, അന്വേഷിക്കുന്നു, കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളതാക്കിയിട്ട് അപ്രൂവ് ആക്കി തരുന്നു. അതായത് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് എലിജിബിലിറ്റി ചെയ്യാനായിട്ട് വേറെ ഇതൊന്നും വേണ്ട. ഡാറ്റ ഫ്ലോ പോസിറ്റീവ് എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് നമുക്ക് എലിജിബിലിറ്റിക്ക് വേണ്ടത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് വേണം. അത് നമ്മൾ പഠിച്ച എവിടെയാണോ നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളത് അവിടുന്ന് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ ക്യാരക്ടർ ഗുഡാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് കൗൺസിലിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് വേണം. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച മാർക്ക് ലിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിന്ന് കിട്ടുന്നത്. ഇപ്പൊ കൗൺസിലിംഗിൽ നിന്നാണ് അത് കിട്ടുന്നത്, അതും കൗൺസിലിംഗിൽ നിന്ന് അപ്ലൈ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ ഡയറക്റ്റ് കൗൺസിലിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ മെയിൽ ത്രൂ അത് ത്രൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡിലേ എടുക്കും, സമയം എടുക്കും. അപ്പൊ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം ഈസി ആയിരിക്കും കിട്ടാനായിട്ട് കേട്ടോ. അപ്പൊ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, ആദ്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം അറ്റ് എ ടൈം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ എടുത്ത് ചാടി വേഗം ഡേറ്റ് എടുത്ത് എക്സാം എഴുതാതിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം കറക്റ്റ് പേപ്പറും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം എക്സാം എന്ത് ചെയ്യുക, എഴുതുക. അല്ല വൺസ് ചിലപ്പോൾ ദുബായ് ആണ്, പെട്ടെന്ന് മാറ്റങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് എക്സാം എഴുതി പാസ്സായിട്ട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ എക്സാമിന് യാതൊരു ഇതുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഡോക്യുമെന്റ്സും ഫസ്റ്റ് ക്ലിയർ ആക്കുക കേട്ടോ. അപ്പൊ ട്രാൻസ്ക്രിപ്റ്റ് വേണം, ഗുഡ് സ്റ്റാൻഡിങ് വേണം, BLS സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞത് വേണം. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സെയിം രജിസ്ട്രേഷൻ ആയിരിക്കണം രണ്ടും. അതൊക്കെ കാര്യങ്ങൾ അതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ പാസ്പോർട്ട് കാര്യങ്ങൾ, ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ
നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഡാറ്റ ഫ്ലോ ചെയ്യാനും എലിജിബിലിറ്റി ചെയ്യാനും ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ കാലതാമസം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഡാറ്റ ഫ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി 30 to 45 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട്, മേ ബി മോർ ദാൻ ആൾസോ വരാറുണ്ട്. അപ്പോൾ അത്രയും സമയം എടുക്കാറുണ്ട്. അതുപോലെ എലിജിബിലിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ 1 വീക്സിന്റെ ഉള്ളിൽ കിട്ടും. ചില സമയങ്ങളിൽ റിജക്റ്റഡ് ആവുമ്പോൾ എന്താവും, ചിലപ്പോൾ വീക്കെൻഡോ അങ്ങനെ അല്ലെങ്കിൽ വല്ല പബ്ലിക് ഹോളിഡേ ഒക്കെ ആവുമ്പോൾ കുറച്ച് നീണ്ടു പോകാറുണ്ട്. പക്ഷെ മാക്സിമം 1 വീക്കിന്റെ ഉള്ളിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എലിജിബിലിറ്റിയുടെ ഒരു ക്രൈറ്റീരിയ. അപ്പൊ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസ് തന്നെയാണ്. അതായത് നമുക്ക് ലൈസൻസ് ആക്കാനുള്ള ഒരു ഇതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് UAE വരാൻ, നിങ്ങളിപ്പോൾ ദുബായിൽ വരാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രോസസ്സിങ് ചെയ്ത് എലിജിബിലിറ്റിയും കൂടി എടുത്ത് നിങ്ങൾ വെക്കണം. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ MOFA അറ്റസ്റ്റേഷൻ, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനും MOFA അറ്റസ്റ്റേഷനും ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കയറി വരുമ്പോൾ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുക, പിന്നെ എലിജിബിലിറ്റി എടുത്തു വെക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാം CVയുടെയും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ATS ഫ്രണ്ട്ലി CV തന്നെ ഉണ്ടാക്കുക. ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ആ ഒരു CV ഉണ്ടാക്കുക. അതായത് ക്ലിനിക്കിലേക്ക്, ഹോം കെയറിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് 3 തരത്തിലുള്ള CVകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അതിന്റെ എല്ലാം ക്ലിയർ ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. കുറച്ചധികം ഫോട്ടോ കോപ്പി എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് CV കൊണ്ട് ഡ്രോപ്പ് ചെയ്യണ സമയത്ത് ഇവിടെ ദുബായിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ കോപ്പി എടുക്കാൻ ഇച്ചിരി എക്സ്പെൻസ് ആണ്. അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഫോട്ടോ കോപ്പിയും കാര്യങ്ങളും എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, മാർക്ക് ലിസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിങ്, ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്താക്കാം, ഒരു PDF പോലെ ആക്കി, ക്ലിയർ PDF ആക്കിയിട്ട് പാസ്പോർട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ഗുഡ് സ്റ്റാൻഡിങ്, BLS സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കി ഒരു ഫോട്ടോ കോപ്പി മീൻസ് PDF ആക്കിയിട്ട് നിങ്ങളുടെ ഫോൾഡറിലോ അല്ലെങ്കിൽ മെയിലിലോ അയച്ചിടുക. ബെറ്റർ മെയിലിലേക്ക് അയച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മീൻസ് ആർക്കെങ്കിലും ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഒരു യൂസർ ID-യും പാസ്വേഡും കിട്ടും ഡാറ്റ ഫ്ലോ ചെയ്യണ സമയത്ത് ഉണ്ടാക്കുന്ന. നിങ്ങളിപ്പോൾ എന്തായാലും ഒരു ഏജന്റ് ത്രൂ ആണല്ലോ ചെയ്യുന്നുണ്ട്, അപ്പൊ അവരൊരു യൂസർ ID-യും പാസ്വേഡും ഉണ്ടാക്കും. അത് ഉറപ്പായിട്ടും എവിടെയെങ്കിലും പ്രോപ്പർ ആയിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊക്കെ ആവശ്യം വരുന്ന സാധനമാണ്. ആ ഒരു മെയിൽ ID-യും പാസ്വേഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ഫ്ലോ കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വൺസ് നിങ്ങൾ എലിജിബിലിറ്റി കിട്ടിയെങ്കിൽ ഷെയാൻ പോർട്ടലിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾ വൺസ് എവിടെയെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, ഹോസ്പിറ്റൽ ഓർ ക്ലിനിക് ഓർ ഹോം കെയർ എവിടെയെങ്കിലും ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി ലെറ്റർ അവർ ആദ്യം എന്താക്കും, അവരാണ് അത് ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പൊ എലിജിബിലിറ്റി ലെറ്റർ എന്ന് പറയുന്നത് ലൈസൻസ് തന്നെയാണ്. പിന്നെ അത് അവരുടെ അണ്ടറിൽ ലൈസൻസ് ആക്കിയിട്ട് നമുക്ക് ആക്ടിവേറ്റ് ആക്കി തരികയാണ് ചെയ്യുന്നത്. അതിന് 1 year വാലിഡിറ്റി ഉള്ളൂ. പിന്നെ അത് റിന്യൂ ചെയ്യാനായിട്ട്, അതായത് അവർ ആ 1 year കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് വേണം, CPD പോയിന്റ്സ് വേണം. അത് നമ്മൾ തന്നെ കയറി നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് പൈസ ചെലവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഷെയാൻ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ഓരോ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ടു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ടു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു CPD പോയിന്റ്സോ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഒക്കെ അതിനകത്താവും. 20 പോയിന്റ്സ് ആണ് DHA നേഴ്സിന് വേണ്ടത് കേട്ടോ. അപ്പൊ 20 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവർക്ക് അടുത്ത റിന്യൂവലിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ വിസയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, MOFA ആൻഡ് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇപ്പോൾ വിസ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചപ്പോൾ അവര് വിസയ്ക്ക് വേണ്ടിയിട്ട് മാർക്ക് ലിസ്റ്റുകളും ചോദിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഗവൺമെന്റിൽ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിലും വിസ എടുത്തപ്പോൾ എനിക്ക് മാർക്ക് ലിസ്റ്റുകൾ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രജിസ്ട്രേഷൻ ലൈസൻസിന്റെ എലിജിബിലിറ്റി അല്ലാണ്ട് എന്റെ പേഴ്സണൽ പാസ്പോർട്ട് കാര്യങ്ങൾ, ട്രാൻസ്ക്രിപ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളും ഡാറ്റ ഫ്ലോ ഒക്കെ കൊടുത്തിട്ടുള്ളൂ. മാർക്ക് ലിസ്റ്റ് ഞാൻ ഇതുവരെ UAE എവിടെ അയച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ആ സബ്സ്ക്രൈബർ പറഞ്ഞു ആ ഒരു ഫെസിലിറ്റി അവരോട് മാർക്ക് ലിസ്റ്റും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ റിജക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിസ പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് വൈസ് അറിയില്ല. ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. മാർക്ക് ലിസ്റ്റും കൂടി വേണോന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു DHA എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ DH എക്സാം എഴുതി കഴിഞ്ഞിട്ട് വേണ്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ DH എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണോ, ഡാറ്റ ഫ്ലോ ചെയ്യാൻ എക്സ്പീരിയൻസ് വേണോ, എലിജിബിലിറ്റി എടുക്കാൻ എക്സ്പീരിയൻസ് വേണോ, മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, എത്ര നാൾ വാലിഡിറ്റി ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം DHA ദുബായ് ഹെൽത്ത് അതോറിറ്റി എക്സാമിനെ കുറിച്ചിട്ടും അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും മോർ ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് കമന്റ് അയക്കാൻ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.